ഉം, എറണാകുളം കുറുപ്പുംപടി പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ധനേഷിൻ്റെ വെളിപ്പെടുത്തൽ. കുട്ടിയുടെ അമ്മയുടെ അറിവോടെയാണ് ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടേ ആയിരിക്കും. ഈ അമ്മയെ വനിതാ ജയിലിൽ റിമാൻഡ് ചെയ്യണം. മാതൃത്വം അറിയാതിരിക്കുന്ന ഈ അമ്മമാർക്ക് ജാമ്യം കൊടുക്കരുത്, തക്ക ശിക്ഷ നൽകണം. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇനി പോരാടണം. അതുപോലെ തന്നെ പാരമ്പര്യ വൈദ്യനെ കൊലപ്പെടുത്തിയതിന് കർശന നടപടിയെടുക്കണം. മകൻ മയക്കുമരുന്നിൻ്റെ അടിമ. 10ാം ക്ലാസ് മുതൽ ആ മകൻ മയക്കുമരുന്ന് കഴിക്കാൻ തുടങ്ങി. വീട്ടുകാരൊന്നും അറിഞ്ഞു കാണത്തില്ല. കൂട്ടുകാരുടെ ഫ്രണ്ട്ഷിപ്പ് മുഖാന്തരമാണ് ആ മകൻ അങ്ങനെ ചെയ്ത്. ഇപ്പോൾ അമ്മ തന്നെ പിടിച്ച് ജയിലിൽ പോലീസിനെ ഏൽപ്പിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇതുപോലെയുള്ള അമ്മമാരുണ്ടാവണം നമ്മുടെ ലോകത്ത്. മകൻ ചെയ്യുന്ന മയക്കുമരുന്നും അതിക്രമത്തിനൊന്നും സപ്പോർട്ട് ചെയ്യരുത്. നമ്മൾ അവർക്ക് ശിക്ഷാവിധി അവർക്ക് നടപ്പാക്കി കൊടുക്കണം. എന്നാലേ ഇനി ഒരു മക്കളും അമ്മയോട് ആവർത്തിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ലേഡീസ് വരെ തുടങ്ങിയിട്ടുണ്ട് യൂട്രസിൽ MDMA ഒളിപ്പിക്കണം. ഇവളൊക്കെ ഒരു ബാഡ് ബുദ്ധിജീവികൾ തന്നെ. വേണമെങ്കിൽ ഇവളൊക്കെ പലതും ചെയ്യും. സ്വകാര്യ ഭാഗത്തിൽ ഒക്കെ ഒളിപ്പിച്ച് വയ്ക്കണം. ഇവളെയൊക്കെ ജയിലിടിഞ്ഞാലും വെളിയിറങ്ങാതെ റിമാൻഡിലിട്ടേക്കണം. പെണ്ണുങ്ങൾ വരെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഡോക്ടർമാരും നഴ്സുമാരും മിക്ക സ്ത്രീകളും MDMA മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് അറിവുണ്ട്. അതുപോലെ ഈ സ്കൂളിൽ എൻ്റെ അടുത്തുള്ള തയ്യക്കടയിൽ യൂണിഫോം അളവെടുക്കാൻ പോയ പെൺകുട്ടിയെ തയ്യക്കടക്കാരൻ ലൈംഗികമായി ഉപയോഗിച്ച്. ആ കുട്ടി രക്ഷകർത്താക്കൾ സ്കൂളിൽ അറിയിച്ചപ്പോൾ സ്കൂളിൽ നിന്നാണ് പറഞ്ഞയച്ചത് അളവെടുക്കാൻ യൂണിഫോമിൻ്റെ. അറിയിച്ചപ്പോൾ അവർ പോലീസിനെ അറിയിച്ചിട്ടില്ല. സ്കൂൾ അത് തയ്യാറായില്ല. പ്രിൻസിപ്പൾ അധ്യാപകനും തയ്യാറായില്ല. അവർക്ക് ഉത്തരവാദിത്വം ഇല്ലേ? രക്ഷകർത്താക്കളാണ് പോലീസെ അറിയിച്ചത്. ഇതെല്ലാം നടന്നതിന് ശേഷം ഈ സ്കൂളിലെ കുട്ടികളെ എന്താണ് അവർ ശ്രദ്ധിക്കാത്തത്? ഇവരവരെ കുടുംബകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് ഇവരുടെ വേറെ ഉള്ള പ്രവർത്തനങ്ങൾ എന്താണ്? സ്കൂളിലെ കുട്ടികളെ നോക്കി അവരെ പഠിപ്പിക്കാനും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ മുഴുവൻ സമയവും അവർ വീട്ടിൽ പോയിരുന്ന് പഠിക്കുകയും അമ്മയുടെ അച്ഛൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ അവർ നോക്കും. മാതാപിതാക്കൾ ശ്രദ്ധിക്കും. ഈ മാതാപിതാക്കൾ അടുത്തിരിക്കുന്നേക്കാൾ സ്കൂളിലാണ് അവർ മുഴുവൻ സമയവും ചിലവഴിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് അവർക്ക് ഇത് PTA അറിയിച്ചില്ല? ഇതിന് വേണ്ട നടപടി എടുത്തില്ല? അതുപോലെ തന്നെ ഈ ചട്ടിയിൽ വെടിയുണ്ട ചൂടാക്കിയ ആൾക്കാർ, ആ ഉദ്യോഗസ്ഥന്മാർ അരിയാഹാരമാണോ കഴിക്കുന്നത്? ആ ഉദ്യോഗസ്ഥർ വീഴ്ച എന്ന് പറയുന്നത് വെറുതെ. താമരശ്ശേരിയിൽ യുവാവിൻ്റെ വയറ്റിൽ നിന്ന് MDMA മയക്കുമരുന്ന് കണ്ടുപിടിച്ച് സർജറിക്ക് തയ്യാറാക്കിയിരിക്കുന്നു. ഇതെല്ലാം നമ്മളെ കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനെല്ലാം കർശനമായ നടപടി എടുത്തേ തീരുള്ളൂ. ഇത് നടപടി എടുത്തില്ലെങ്കിൽ ഇതിന് ഒരറുതി വരില്ല. ഇത് വിട്ടുവീഴ്ചയും അതുപോലെ ജയിലിൽ നിന്ന് ഇവരെയൊക്കെ പുറത്തിറക്കിയാൽ ഇവർ വീണ്ടും ഇവർക്കൊന്നും ജാമ്യം കൊടുക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം ഈ മയക്കുമരുന്ന് അടിമയായവർക്ക് ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ അവർ വീണ്ടും വേറെ ഉള്ളവരെയും കൂടെ പ്രേരിപ്പിച്ച്, വേറെയുള്ള പയ്യന്മാരെയും കൂടെ പ്രേരിപ്പിച്ച് അവരും മയക്കുമരുന്നിന് അടിയായി. പിന്നെ അവർ ഗുണ്ടകളിലായി അവർ അതിക്രമം കൂടുകയേ ഉള്ളൂ. ഇപ്പം തന്നെ എല്ലാ ചാനലുകാരും ഇപ്പം മയക്കുമരുന്നിനെതിരായിട്ട് സമൂഹം ഒപ്പം, സർക്കാരൊപ്പം, പോലീസ് ഉദ്യോഗസ്ഥരൊപ്പം നിന്ന് പോരാടുകയാണ്. ഇതിനെല്ലാം പോലീസുകാർ പോലീസുകാരെ ഭീഷണിയും ആയുധങ്ങളും കൊണ്ടാണ് വാഹനങ്ങളിൽ നടക്കുന്നത്. പിടിക്കുന്ന പോലീസുകാരെ അതിക്രമിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി. ദൈവമേ, ഇങ്ങനെ നമ്മുടെ ലോകമായിപ്പോയല്ല.